നോക്കൂ, സന്ദീപിലേക്ക് പോകുന്നു. സമയം സന്ദീപിലേക്ക് പോട്ടെ. ഇല്ല, ശരി, നിങ്ങളത് പരസ്യമാണെന്ന് പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങ് എന്തിനാണ് താങ്ക്സ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദീപ്, ഇത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. അത് പറയുന്നതിൽ PRDക്ക് തെറ്റില്ല, പിഴവില്ല എന്നുള്ള വാദമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇനി വലിയ വാദമുണ്ട്, നിങ്ങൾ അങ്ങ് കേസ് കൊടുക്ക്, എന്നാ നിങ്ങൾ കേസ് കൊടുക്ക് എന്ന വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. എന്താണ് പ്രതികരണം? അല്ല, ശ്രീ അരുൺ കേസുകളുടെ കാര്യം പറഞ്ഞപ്പോൾ സ്പ്രിംഗ്ലർ കേസിന്റെ കാര്യം പറഞ്ഞു. സ്പ്രിംഗ്ലറിൽ അവസാനം സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ അവസാനം അത് പിൻവലിച്ച് ഓടുകയാണ് ചെയ്തത്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, എന്നാ നിങ്ങൾ കേസ് കൊടുക്കുന്നത് വളരെ ധിക്കാരപൂർവ്വമുള്ള, ധാർഷ്ട്യപൂർവ്വമുള്ള ഒരു മറുപടിയാണ്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര ഭാഷയും കണ്ടില്ല. അത് ആരെയും അദ്ദേഹം വെല്ലുവിളിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിനെയോ പ്രതിപക്ഷത്തെയോ അല്ല വെല്ലുവിളിക്കുന്നത്. അദ്ദേഹം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന മലയാളികളെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ധൂർത്തടിക്കും, ധാരാളിത്തം കാണിക്കും, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുത്തോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് മലയാളികളെയാണ്. അതിനുള്ള മറുപടി മലയാളികൾ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൊടുക്കും. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും മറുപടിയും തിരിച്ചടിയും കിട്ടിയിട്ടുള്ളതാണ്. ഒന്ന്, അദ്ദേഹം കാര്യത്തിൽ പറഞ്ഞത് എല്ലാം കൃത്യമായിട്ടുള്ള വാർത്തകളാണെന്ന് പറഞ്ഞു. അവിടെയാണ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ ലംഘനം ഉണ്ടാകുന്നത്. ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതല്ലെങ്കിൽ സർക്കാരിനെ വെള്ളപൂശുന്നതിനോടൊപ്പം മുൻ സർക്കാരിനെയും ആ സർക്കാർ നേതൃത്വം നൽകിയ പാർട്ടിയെയും ഇകഴ്ത്തി കാണിക്കുന്നതാണ്. അവിടെ സെലക്റ്റീവാണ്, അവിടെ ചെറി പിക്കിംഗ് നടത്തുകയാണ് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത്, ഇപ്പൊ അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യം പറഞ്ഞു, ഈ സർക്കാരിന്റെ കാലത്ത് സ്കൂൾ കെട്ടിടത്തിന് പാമ്പ് കടിയേറ്റ് കുട്ടി മരിച്ച വാർത്തയും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് അവിടെ കൂട്ടിപ്പിന് വന്ന വീട്ടമ്മ മരിച്ച വാർത്തയും, ഈ കത്രിക മറന്നു വെച്ച് വയറ്റിൽ ഓപ്പറേഷൻ നടത്തിയപ്പോ കത്രിക മറന്നു വെച്ച വാർത്തയും, അതുപോലെ തന്നെ ശബരിമലയിൽ നിന്നും സ്വർണം കട്ടെടുത്ത വാർത്തയും ഒക്കെ എന്റെ ഈ സർക്കാരിന്റെ നേട്ടങ്ങളായിട്ട് അങ്ങ് കൊടുക്കായിരുന്നത്. അപ്പൊ ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണ്ടേ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന വാർത്തകൾ, നിങ്ങൾക്ക് സൗകര്യമുള്ള വാർത്തകൾ മാത്രം എടുത്തു കൊടുക്കുക. മറുവശത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ സർക്കാരിന്റെ വിശദീകരണം പോലും ഇല്ലാത്ത വാർത്തകൾ അന്നത്തെ സർക്കാർ തീർച്ചയായിട്ടും അതിനൊക്കെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അന്ന് വന്ന വാർത്തകൾക്കൊക്കെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പൊ അതിൽ ചില നെഗറ്റീവ് വാർത്തകൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് തികഞ്ഞ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള രാഷ്ട്രീയ ലാക്കോട് കൂടി പൊതുഖജനാവിലെ പണം ദുരുപയോഗിക്കുന്നതാണെന്നുള്ള ഞങ്ങളുടെ വാദം പൂർണ്ണമായും ശരിയാണ്. ഇത് നിയമവിരുദ്ധമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങൾക്കും സുപ്രീം കോടതി വിധികൾക്കും എതിരായിട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. നിയമപരമായി നേരിടുമോ? ഒരു സംശയം വേണ്ട. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം ഇന്ന് വളരെ വ്യക്തമാക്കിയിട്ടതിന് നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടുമെന്നുള്ളത് തന്നെയാണ്. ഇത് PRDയുടെ പണം ദുരുപയോഗിച്ചുകൊണ്ട്, സർക്കാരിന്റെ പണം ദുരുപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിണറായി വിജയന്റെ മഹാത്മ്യം വിളമ്പി വെക്കാനുള്ളതല്ല ഈ സർക്കാരിന്റെ പണം. ജനങ്ങൾ നികുതി കൊടുക്കുന്ന അതിനു വേണ്ടിയിട്ടല്ല, ഈ നുണ പ്രചരിപ്പിക്കാനല്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ശേഷി, ബുദ്ധിശക്തി മലയാളികൾക്ക് ഉണ്ട് എന്ന് ഈ സർക്കാരിന്റെ ആളുകൾ, പിണറായി വിജയന്റെ ആളുകൾ മനസ്സിലാക്കിയാൽ മതി. ഈ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു തോറ്റ് തുന്നം പാടിയത്. അതിനേക്കാൾ ഭീകരമായ തോൽവി ഇപ്പൊ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലപ്പുറം പരസ്യം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൊടുത്ത പരസ്യത്തിൽ ഞാനായിരുന്നല്ലോ ഇവരുടെ വേട്ടമൃഗം. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.